ഏത് അഭിമാനകരമായ പദ്ധതി കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ കാലയളവിൽ പൂർത്തീകരിക്കപ്പെടുമ്പോഴും അതിന്റെ കല്ലിട്ടത് ഞങ്ങളുടെ നേതാവാണ് എന്നുള്ളത് കേരളത്തിൽ തന്നെ ഇപ്പൊ പരിഹാസ്യമായ ഒരു വാചകമായി മാറിയിട്ടുണ്ട്. അതേപോലെയാണ് അഭിമാനകരമായി പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ട് അതിൻ്റെ പുതിയ മുന്നേറ്റങ്ങളിലേക്ക് കാലൂന്നുമ്പോഴാണ് ഇതിൻ്റെ ആകെ നേതൃത്വം, ഇതാകെ വർദ്ധിപ്പിച്ചത്, ഇതാകെ സൃഷ്ടിച്ചത് ഞങ്ങളാണ് എന്ന് മറ്റേതോ ചില കഥകളുടെ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കേരളത്തിലെ ചില UDF നേതാക്കന്മാർ മത്സരിച്ച് വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഇന്നും ഇന്നലെയുമായി കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയധാരയുടെ മുഖമായി പരിലസിക്കുന്ന എത്രയോ ആളുകൾ, മുൻ ധനകാര്യമന്ത്രി സഖാവ് TM തോമസ് ഐസക് ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ രേഖകൾ വെച്ച്, നിയമസഭാ രേഖകളും സർക്കാർ ഉത്തരവുകളും അതിൻ്റെ ഡേറ്റും അതിൻ്റെ തീയതിയും അടക്കം വെച്ച് കേരളത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് 1.5 വർഷക്കാലം കുടിശ്ശികയാക്കി വെച്ച് തകർത്ത് കളഞ്ഞ കേരളത്തിലെ 26 ലക്ഷത്തിലധികം വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കളോട് UDF സ്വീകരിച്ച സമീപനവും അതിനുശേഷം 2016 ആണ്ട് ഓഗസ്റ്റ് മാസം കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് 2016 ആണ്ടിലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഉൾപ്പെടെ 15,000 രൂപ വരെ ഉണ്ടായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷന്റെ കുടിശ്ശിക തീർത്ത് നൽകുവാനുള്ള പ്രത്യേക സർക്കാർ ഉത്തരവ് വരെ രേഖകളുടെ കണക്കിൽ സർക്കാർ ഉത്തരവിന്റെ അംഗസംഖ്യയും ക്രമനമ്പരും വെച്ച് കേരളത്തിന്റെ പൊതുമധ്യത്തിന് മുമ്പിൽ പ്രതിപാദിച്ചിട്ട് പിന്നെ നമ്മൾ ആരും ചില പ്രത്യേക കഥകളുടെ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ആ UDF നേതാക്കന്മാരെ ആരെയും പിന്നെ ഇതേവരെ നമ്മളുടെ പൊതുബോധത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ കണ്ടിട്ടില്ല.